എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്മാർട്ട് PSC ടിപ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് 2025 നോബൽ പ്രൈസ്, അത് ഭൗതിക ശാസ്ത്രത്തിന് നോബൽ പ്രൈസ് നേടിയവർ എങ്ങനെ നമുക്കൊരു കോഡിലൂടെ ഓർത്തിരിക്കാം എന്നതിനെ പറ്റിയാണ്. അപ്പം നേടിയ വ്യക്തികൾ ഞാനിവിടെ പറയുന്നുണ്ട്. ജോൺ ക്ലാർക്ക് രാജ്യം UK. അടുത്തതായിട്ട് മിഷേൽ H. ഡെവോറൈറ്റ് അഥവാ മൈക്കിൾ H. ഡെവോറൈറ്റ് രാജ്യം ഫ്രാൻസ്. അടുത്തത് ജോൺ M. മാർട്ടിനിസ് രാജ്യം USA. അപ്പോൾ എങ്ങനെ നമുക്ക് ഓർത്തിരിക്കാം എന്ന് നോക്കാം. അപ്പം ഭൗതിക ശാസ്ത്രമാണ്, ഫിസിക്സ് ആണ്. അപ്പോൾ നമുക്ക് ഫിസിക്കൽ ബോഡിയുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഫിസിക്കൽ ബോഡിയുള്ള ഒരു ക്ലാർക്ക് അയാൾ ഡ്രൈവറായിരുന്നു. അപ്പോൾ ഡ്രൈവർ എന്നുള്ളതിന് നമുക്ക് ഡെവോറൈറ്റ് ഓർമ്മിച്ചിരിക്കാം. ഈ ഡ്രൈവർ ഒരു പാർട്ടിക്ക് പോയി. അപ്പോൾ ഈ ഫിസിക്കൽ ബോഡിയുള്ള ആൾക്കാർ ജിമ്മന്മാരായിരിക്കും. അപ്പോൾ പാർട്ടിക്ക് പോകുന്നത് എന്തിനായിരിക്കും? പ്രോട്ടീൻ എന്തെങ്കിലും കിട്ടും എന്ന് കരുതിയിട്ടാണ് പാർട്ടിയിൽ പോകുന്നത്. അപ്പോൾ പാർട്ടി എന്നുള്ളത് മാർട്ടിനിസ് എന്നുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പം ഫിസിക്കൽ ബോഡിയുള്ള ക്ലാർക്ക്, അതിൽ വെച്ചിട്ട് നമുക്ക് ജോൺ ക്ലാർക്ക്, അതുപോലെ തന്നെ മൈക്കിൾ H. ഡെവോറൈറ്റ്, അത് ഡെവോറൈറ്റിനെ നമ്മൾ ഡ്രൈവറായിട്ട് എടുത്തു. അപ്പം അയാൾ ഡ്രൈവറാണ്, ഇവിടെ പോയി പാർട്ടിക്ക് പോയി. പാർട്ടി എന്നുള്ളത് മാർട്ടിനിസ്, ജോൺ M. മാർട്ടിനിസ്. ഓക്കെ, ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഇവർക്ക് നോബൽ പ്രൈസ് ലഭിച്ചത് എന്ന് നോക്കാം. വൈദ്യുത സർക്യൂട്ടിലെ മാക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിങ്ങിൻ്റെയും എനർജി ക്വാണ്ടിസേഷൻ്റെയും കണ്ടുപിടുത്തങ്ങൾക്കാണ് ഭൗതികശാസ്ത്രത്തിന് ഇവർക്ക് നോബൽ പ്രൈസ് ലഭിച്ചത്.